CPM സമ്മർദ്ദത്തിൽ വഴിമുട്ടി തിരുവനന്തപുരം മർക്കന്റൈൽ സഹകരണ സംഘം. പുതിയ ഭരണസമിതി രൂപീകരണത്തിൽ പാർട്ടിയിൽ നിന്ന് വലിയ ഇടപെടൽ ഉണ്ടായി. പാർട്ടി സമ്മർദ്ദത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആദർശ് ചന്ദ്രന്റെ വായ്പാ കുടിശ്ശിക പുതുക്കി നൽകേണ്ടി വന്നുവെന്നും സംഘം മുൻ പ്രസിഡന്റും മുൻ CPM പാർട്ടി അംഗവുമായ വി പാപ്പച്ചൻ പ്രതികരിച്ചു. വ്യാപാരികളുടെ സഹകരണ സംഘമായ മർക്കന്റൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഭരണസമിതി രൂപീകരണത്തിൽ CPM പാർട്ടി നടത്തിയ അമിതമായ ഇടപെടലിലാണ് വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ മുൻ പ്രസിഡന്റും മുൻ CPM സംഘവും കൂടിയായ വി പാപ്പച്ചൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പാർട്ടി നിർദ്ദേശിച്ച ആദർശിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ സമ്മർദ്ദമുണ്ടായെന്ന് വി പാപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോലും അതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. കുടിശ്ശികക്കാരനായിട്ടുള്ള ആളുടെ ഭാര്യയുടെ പൈസ അടച്ചില്ല, ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാശ് അടച്ചിട്ട് അയാൾക്ക് വായ്പ പുതുക്കി കൊടുക്കുന്നു. അങ്ങനെ പുതുക്കി കൊടുക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നു. പിന്നെ ഞാനൊരു ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ഞാനത് ചെയ്യാതിരിക്കുന്നതും ശരിയാണ്. പാർട്ടിയുടെയോ മറ്റുള്ളവരുടെയോ നിയന്ത്രണത്തിലല്ല വ്യാപാരികൾക്കായുള്ള സഹകരണ സംഘം പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അങ്ങനെ ആരുടെയെങ്കിലും നിയന്ത്രണത്തിൽ പോവേണ്ടതില്ല. വ്യാപാരികളുടെ ഒരു സഹകരണ സംഘമാണ്. ആ സഹകരണ സംഘത്തിൽ ഒരു നല്ല നിലപാട് എടുക്കുന്നതിന് പകരം തീരുമാനിച്ചു തന്ന ആളുകൾ തന്നെ അതിനെ ധിക്കരിക്കുന്ന ഒരു രീതി വന്നു. അതാ ഈ വിഷയമായി ബന്ധപ്പെട്ടുണ്ടായത്. തെറ്റുകൾ തിരുത്തുന്നതിന് പകരം തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കണ്ടത്. സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട ബോർഡ് തീരുമാനങ്ങളിൽ അട്ടിമറി ഉണ്ടായപ്പോൾ നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വരികയും പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്തു നൽകുകയും ചെയ്തിരുന്നു. കത്തിലെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും MV ഗോവിന്ദൻ അടക്കമുള്ളവർ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. 2011 വ്യാപാരികൾക്കായി രൂപീകരിച്ച ധനകാര്യ സ്ഥാപനമാണ് മർക്കന്റൈൽ സഹകരണ സംഘം. 3 ടേമായി 15 വർഷത്തോളം ഭരണസമിതിയുടെ നേതൃത്വം വഹിച്ച വ്യക്തി കൂടിയാണ് വി പാപ്പച്ചൻ. CPM പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അതിരുകടന്ന ഇടപെടലിലും കൈകടത്തലിനും പിന്നാലെയാണ് പാർട്ടി അംഗത്വം വരെ രാജിവെച്ചുകൊണ്ട് കടുത്ത തീരുമാനം ഇദ്ദേഹം എടുത്തത്. ജനം, തിരുവനന്തപുരം.